ശരിക്കും നിങ്ങൾ ചിന്തിച്ചോ? ശരിക്കും നിങ്ങൾ ആലോചിച്ചോ? അതാ കല്യാണത്തിന് കുടുംബങ്ങളിലേക്ക് പോകുമ്പോ കൺമഷി കൊണ്ട് കണ്ണെഴുതാറില്ലേ? പൗഡറിട്ട് മുഖം വെളുപ്പിക്കാറില്ലേ? ഏറ്റവും സുന്ദരമായ വസ്ത്രം ധരിക്കാറില്ലേ? നല്ല മനോഹരമായ ആഭരണങ്ങൾ ധരിക്കാറില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീ ആർക്ക് വേണ്ടിയാണ് പെങ്ങളെ നിന്റെ കണ്ണു കറുപ്പിക്കേണ്ടത്? ആർക്ക് വേണ്ടിയാണ് പെങ്ങളെ നിന്റെ മുഖം നീ വെളുപ്പിക്കേണ്ടത്? ആർക്ക് വേണ്ടിയാണ് പെങ്ങളെ നീ മനോഹരമായ ആഭരണം അണിയേണ്ടത്? ആർക്ക് വേണ്ടിയാണ് നീ സുന്ദരമായ പുടവ ധരിക്കേണ്ടത്? നിന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഉഷിഞ്ഞു നാറിയ വസ്ത്രം കൊണ്ടാണ് നീ ഭർത്താവിനെ വരവേറ്റത്. ചീഞ്ഞു നാറിയ വസ്ത്രം കൊണ്ടാണ് നിന്റെ ഭർത്താവിനെ നീ എതിരേറ്റത്. ആ നീ ഇന്ന് കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയപ്പോ കണ്ണു കറുപ്പിച്ചത് ഭർത്താവിന് വേണ്ടിയല്ല, മുഖം വെളുപ്പിച്ചത് ഭർത്താവിന് വേണ്ടിയല്ല, ആഭരണങ്ങൾ വാരിക്കൂട്ടിയത് ഭർത്താവിന് വേണ്ടിയല്ല. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, അതേ സ്വന്തം ശരീരത്തിന്റെ മനോഹരമായ ഭാഗങ്ങള് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോ, ആഘോഷത്തിലേക്ക് പോകുമ്പോ, കല്യാണ വീട്ടിലേക്ക് പോകുമ്പോ സ്വന്തം ശരീരത്തിന് അന്യ ആളുകൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തില് അതാ വെളിവാക്കുന്ന സഹോദരിമാർ, അത് മുഖത്തിന്റെ അല്പമാണെങ്കിലും ശരി, തൊലിയുടെ അല്പമാണെങ്കിലും ശരി, മുടിയുടെ അല്പമാണെങ്കിലും ശരി, അന്യ ആളുകൾക്ക് കാണാൻ ചെറിയൊരംശമെങ്കിലും വെച്ചു കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതാ ആ പെണ്ണ് നരകത്തിന്റെ തീ കൊണ്ട് ശരീരം ഇങ്ങനെ വെന്തുരുകിക്കൊണ്ടിരിക്കുമ്പോ സ്വന്തം ശരീരത്തിന്റെ കരിഞ്ഞുണങ്ങുന്ന ഒരിച്ചിറങ്ങുന്ന പച്ചമാംസങ്ങള് ആ പെണ്ണ് സ്വന്തമായി കടിച്ചു തിന്നേണ്ടി വരുമെന്ന് കേട്ടോ. സ്വന്തം ശരീരം കൊണ്ട് ഇങ്ങനെ കടിച്ചു തിന്നേണ്ടി വരും, മാംസങ്ങൾ കടിച്ചു തിന്നേണ്ടി വരും. ശരീരത്തിന്റെ ഒലിച്ചിറങ്ങുന്ന മജ്ജയും മാംസവും രക്തവും ചലവും ശരീരത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം പെണ്ണിങ്ങനെ സ്വന്തമായി തിന്നുകയാണ്. അവരാരാ? അന്യ ആളുകൾക്ക് വേണ്ടി ഒരുങ്ങിയവരാ. ആളുകൾ കാണാൻ വേണ്ടി ഭംഗിയായവളാണ്, ആളുകൾ കാണാൻ വേണ്ടി കണ്ണു കുറപ്പിച്ചവളാണ്, ശരീരം മിനുക്കി നടന്നവളാ. മഹാനായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലേ? കണ്ടില്ലേ നിങ്ങൾ? പലപ്പോഴും ഞാൻ പല സദസ്സുകളിൽ നിന്നും പറഞ്ഞിട്ടുള്ളതാണ്, പലരും കേട്ടിട്ടുണ്ടാകാം. ഹബീബായ റസൂലുള്ളാഹിയുടെ കാലത്തല്ലേ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ്, ആ പെണ്ണിന്റെ ഭർത്താവ് യുദ്ധത്തിന് പോകാൻ ഒരുങ്ങുമ്പോ ഭർത്താവിനോട് വീട് വിട്ട് പുറത്തു പോകരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ യുദ്ധത്തിന് പോയി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ആ പെണ്ണിന്റെ സഹോദരന്മാർ ഓടി വരുന്നു. ഇത്താത്ത, വാപ്പാക്ക് സുഖമില്ല, വാപ്പ രോഗിയാണ്, അതുകൊണ്ട് ഇത്താത്ത ഒന്ന് സന്ദർശിക്കാൻ വരണോ? ഉടനെ ഇത്താത്ത എന്താ പറഞ്ഞത്? ഞാൻ വരൂല, എന്റെ ഭർത്താവിന്റെ അനുമതിയില്ല, റസൂലുള്ളാഹി തങ്ങൾ പൊരുത്തപ്പെടൂല, അല്ലാഹുവിന്റെ മതം എന്നെ അനുവദിക്കുന്നില്ല, ഇക്കാക്കാടെ പൊരുത്തമില്ലാതെ ആ വാപ്പാനെ സന്ദർശിക്കാൻ ഞാനില്ല. ആ പെണ്ണ് സഹോദരന്മാരോടൊന്നിച്ച് പോകുന്നില്ല, അവിടെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യുന്നു. കുറെ ദിവസം കഴിഞ്ഞപ്പോ സഹോദരന്മാർ രണ്ടാമത് ഓടി വരുന്നു. ഇത്താത്ത, വാപ്പാക്ക് രോഗം ഊർജിച്ചിട്ടുണ്ട്, മരണത്തിന്റെ അവസ്ഥയാണ്, സക്കറാത്തിന്റെ ഹാലിലാണ്, പിതാവിനെ ഒന്ന് കാണാൻ നിങ്ങൾ വരുന്നില്ലേ? വാപ്പാനെ ഒന്ന് സന്ദർശിക്കാൻ വരുന്നില്ലേ? അവസാനമായി സക്കറാത്തിന്റെ ഹാലിലുള്ള പിതാവിനോടൊരു സലാം പറയാ നിങ്ങൾ വരുന്നില്ലേ? ആ പെങ്ങള് പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ വരൂല, കാക്കാടെ സമ്മതമില്ല, വീട് വിട്ട് പുറത്തിറങ്ങാൻ എന്റെ ഭർത്താവിന്റെ അനുമതി ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ പിതാവിനെ കാണാൻ വരുന്നില്ല. ആ ഭാര്യ അതാ വീടിന്റെ അകത്തളത്തിൽ സേഫ്റ്റിയാവുകയാ. കുറെ ദിവസം കഴിയുമ്പോ വീണ്ടും അതാ സഹോദരന്മാർ ഓടി വരുന്നു. നിറഞ്ഞ കണ്ണുകളോടെയാ, വാർന്നൊഴുകുന്ന കണ്ണുകളോടെയാണ് ഓടി വന്നുകൊണ്ട് താത്താരോട് പറഞ്ഞില്ല, പെങ്ങളെ വാപ്പ മരണപ്പെട്ടു പോയി.
ഇനി ഭൗതികമായ ലോകത്ത് വെച്ച് വാപ്പാനെ കാണാനുള്ള അവസരമില്ല. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. അല്പസമയം കഴിയുമ്പോ മദീനയുടെ ബഖീയിലേക്ക് മറമാടാൻ കൊണ്ടുപോവുകയാണ്. ആ മയ്യിത്തൊന്ന് കാണാൻ വരുന്നുണ്ടോ? ഇല്ല ഇല്ല. വാപ്പാനെ കാണാൻ പൂതിയില്ലാത്തത് കൊണ്ടല്ല, വാപ്പാനോടുള്ള അകൽച്ച കൊണ്ടല്ല. അല്ലാഹുവിന്റെ തീരുമാനം എന്താണ്? ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഒരു സ്ഥലത്ത് പോലും പുറത്തു പോകാൻ ഒരു പെണ്ണിന്റെ അല്ലാഹുവിന്റെ മതം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പുറത്തേക്കില്ല. ആ ഭാര്യ വീടിന്റെ ഉള്ളിൽ തന്നെ കഴിയുകയാണ്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ ആ സഹോദരന്മാരും നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരുമല്ല വാപ്പാനെ കുളിപ്പിച്ച് അതാ വയ്യത്തുകട്ടിലിൽ എടുത്ത് മദീന പള്ളിയിലേക്ക് ദിക്റും ചൊല്ലി കൊണ്ടുവരുമ്പോ ചട്ടക്കൂടയുടെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുകയാണ്. റബ്ബേ, എന്റെ പിതാവിന്റെ ജനാസയാണ് കൊണ്ടുവരുന്നത്. എന്നെ കൈപിടിച്ച് നടക്കാൻ പഠിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ എല്ലാമെല്ലാമായ പിതാവ്, ഞാൻ ജീവനേക്കാളേറെ എന്നെ സ്നേഹിച്ച എന്റെ ഉപ്പ, എന്നെ വളർത്തി വലുതാക്കിയ എന്റെ പിതാവിന്റെ ചേതനയറ്റ ശരീരമാണ് കൊണ്ടുവരുന്നത്. ആ പിതാവ് രോഗിയായപ്പോൾ കാണാൻ പറ്റിയില്ല, രോഗം മൂർച്ഛിച്ചപ്പോ കാണാൻ പറ്റിയില്ല, മരിച്ച മയ്യത്ത് പോലും ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. എന്റെ ഉപ്പാക്ക് നീ പൊറുക്കണം അല്ലോ. ആ മകള് വീടിന്റെ ഉള്ളിലിരുന്നു ദുആ ചെയ്യുന്നു. വാപ്പാനെ മദീനയിൽ കൊണ്ടുവരുന്നു, നിസ്കരിക്കുന്നു, മറമാടുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ അറിയുമോ, അന്ന് രാത്രി റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കിലേക്ക് വഴുതി വീഴുമ്പോ, ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോ ഉടനെ വരുന്നു അതാ ലോകത്തിന്റെ മലക്ക്, ബഹുമാനപ്പെട്ട സയ്യിദുനാ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട്, യാ റസൂലല്ലാഹ്, ഉറങ്ങാൻ വരട്ടെ നബിയേ, ഉറങ്ങരുത് നബിയേ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് നബിയേ, ഒരു സന്തോഷ വാർത്തയുണ്ട് നബിയേ. എന്താണ് ജിബ്രീലേ സന്തോഷ വാർത്ത? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് എന്തെന്നറിയുമോ? നബിയേ, ഇന്നൊരു പിതാവിനെ മറമാടിയല്ലോ, ഇന്നൊരു പിതാവിന്റെ ജനാസ മദീനയുടെ ഖബർസ്ഥാനിൽ മറമാടിയല്ലോ. ആ പിതാവിന് പിതാവിനെ അനുസരിക്കുന്ന, ഭർത്താവിനെ അനുസരിച്ച ഒരു മകളുണ്ട്. ഭർത്താവിനെ അനുസരിച്ചതിന്റെ പേരിൽ വീട് വിട്ട് പുറത്തിറങ്ങാത്ത ഒരു മകളുണ്ടല്ലോ നബിയേ. ആ മകൾക്ക് ജന്മം നൽകിയതിന്റെ പേരിൽ, ആ മകള് ഭർത്താവിനെ അനുസരിച്ച് വീടിന്റെ ഉള്ളിൽ അടങ്ങിയിരുന്നതിന്റെ പേരിൽ ആ പിതാവിന് അല്ലാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട് നബിയേ. ആ പിതാവിന്റെ ദറജ അല്ലാഹ് ഉയർത്തിയിട്ടുണ്ട് നബിയേ. ഈ സന്തോഷ വാർത്ത ആ പെണ്ണിനെ ഒന്ന് അറിയിക്കണേ യാ റസൂലല്ലാഹ്. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്ക് നിങ്ങള്. പെണ്ണ് നമ്മുടെ വീടുകളിൽ എന്താ അവസ്ഥ? എന്താണ്? വാപ്പാക്ക് സുഖമില്ലാന്നറിഞ്ഞാല്, ഉമ്മാക്ക് ചെറിയ രോഗമാണെന്നറിഞ്ഞാല്, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി എന്നറിഞ്ഞാല് പിന്നെ ഭർത്താവിനോടുള്ള അന്വേഷണമില്ല, ഭർത്താവിനോട് ഫോൺ ചെയ്യുന്നില്ല. പലപ്പോഴും അവിടെ ചെന്നിട്ടാണ് വിളിച്ചു പറയുന്നത്, ഞാനിവിടെ എത്തിയിട്ടുണ്ടോ, നിങ്ങളങ്ങ് വന്നേക്കോ. ഭർത്താവിന്റെ സമ്മതം കൂടാതെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ അല്ലാഹുവിന്റെ മതം അനുവദിക്കും. കുട്ടിക്കൂട്ടിയ പെണ്ണുങ്ങള് അവരാരാണെന്നറിയുമോ ഫാത്തിമ നിനക്ക്? അവരാരാണെന്നറിയുമോ അരിയെ നിനക്ക്? അവര് വേറെ ആരുമല്ല, നിസ്കരിക്കാൻ കഴിവുള്ളവരാ. പക്ഷെ സമയമായിട്ട് അവര് വുളു എടുത്തില്ല. ആ പെണ്ണുങ്ങള് സമയമായിട്ട് നിസ്കരിച്ചില്ല. ആ പെണ്ണിന് ജനപത്തുണ്ടായിരുന്നു, സമയമായിട്ട് അവള് കുളിച്ചില്ല. സമയമായിട്ട് കുളിച്ച് വേഗം നിസ്കരിക്കാത്ത പെണ്ണുങ്ങള്, മീ വെട്ടുന്നതിന്റെ പേരിൽ സമയം നീട്ടിവെച്ച പെണ്ണുങ്ങള്, വസ്ത്രം കഴുകുന്നതിന്റെ പേരിൽ നിസ്കാരത്തെ സമയത്ത് വിട്ട് ബന്ധിച്ച പെണ്ണുങ്ങള്, കുഞ്ഞുങ്ങളെ ഹിദ്മത്തെടുക്കുന്നതിന്റെ പേരില്, വീട് വൃത്തിയാക്കുന്നതിന്റെ പേരില്, ഭർത്താവിനെ സേവിക്കുന്നതിന്റെ പേരില് അതാ നിസ്കാരത്തെ സമയത്തെയും വിട്ട് ബന്ധിച്ചു പോയ പെണ്ണുങ്ങള്, ആ പെണ്ണ് നരകത്തിലൊരു ഫുട്ബോൾ പോലെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാ. ആലോചിച്ചു നോക്ക് നിങ്ങള്. നമ്മുടെ പെങ്ങളിതിൽ പ്രതിയല്ലയോ? ഭാര്യമാരിതിൽ പ്രതിയല്ലയോ? നമ്മുടെ ഉമ്മമാരിതിൽ പ്രതിയല്ലയോ?
സഹോദരിമാർ ഇതിൽ മെമ്പറല്ലയോ? പറയുന്ന ഖാലിദിന്റെ കുടുംബവും ഇതിൽ പ്രതിയാ, കേൾക്കുന്നവരധികവും ഇതിൽ മെമ്പർമാരാണെങ്കിൽ സഹോദരങ്ങളെ ആലോചിച്ചു നോക്ക്. കാക്ക സമയമാകുമ്പോ നിസ്കരിക്കാതെ ഞാൻ വേറെ ഒന്നിനില്ല, ആദ്യമായി ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ. പെണ്ണ് പറയുന്നില്ലെങ്കിൽ അവൾക്ക് നിർദ്ദേശം കൊടുക്കും. പോരാ, റസൂലുള്ള പറഞ്ഞു, ഓ ഫാത്തിമ, ഞാൻ നരകത്തിന്റെ ഒരു ഭാഗത്തേക്ക് നോക്കിയപ്പോ അതാ പന്നിയുടെ തലയുള്ള ഒരു പെണ്ണ്, കഴുതയുടെ ഉടലുള്ള ഒരു പെണ്ണ്. ആ പെണ്ണിങ്ങനെ നരകത്തിൽ നിന്ന് നമ്മളെ വിളിക്കുകയാണ്, ഇക്കാക്ക ഇക്കാക്ക. തിരിഞ്ഞു നോക്കുമ്പോ അതാ പടച്ചോരെ, എന്റെ സാജിദയുടെ ശബ്ദമാണല്ലോ, എന്റെ ഫാത്തിമയുടെ ശബ്ദമാണല്ലോ, എന്റെ ഖദീജയുടെ ശബ്ദമാണല്ലോ. തിരിഞ്ഞു നോക്കുമ്പോ ഖദീജയെ കാണാനില്ല, ഫാത്തിമയെ കാണാനില്ല, സാജിദയെ കാണാനില്ല. അതാ വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കുമ്പോ ഇക്കാക്ക നിങ്ങളെ തന്നെയാണ് വിളിച്ചത്, നിങ്ങളെ തന്നെയാണ് വിളിച്ചത്. തിരിഞ്ഞു നോക്കുമ്പോ നമ്മളെ വിളിക്കുന്നതാരാ? പന്നിയുടെ തലയുള്ള കഴുതയുടെ ഉടലുള്ള ഒരു സാധനമാണ്. ഉടനെ നമ്മൾ ചോദിക്കും, നീ ഏതാ, നീ ഏതാ? അപ്പോഴാണ് ആ ജീവി പറയുന്നത്, ഞാൻ വേറെ ആരുമല്ല, ഒരായുഷ്കാലം മുഴുവനും നിങ്ങൾ വെച്ച അതേ തലയിണയിൽ ചുണ്ടോട് ചുണ്ടു ചേർത്ത് വെച്ചുകൊണ്ട് ആയിരം ആശകളെ കൊണ്ട് അമ്മാനമാടിയ നിങ്ങളുടെ സാജിദയാണു ഞാൻ, നിങ്ങളുടെ ഫാത്തിമയാണു ഞാൻ, നിങ്ങളുടെ ഖദീജയാണു ഞാൻ, നിങ്ങളുടെ ഭാര്യയാണു ഞാൻ. എന്തേ പെണ്ണേ നിനക്ക് ഇങ്ങനെ പറ്റിപ്പോയത്? എന്തേ നീ ഈ അവസ്ഥയിൽ എത്തിപ്പോയത്? ഭർത്താക്കന്മാര് അന്താളിച്ചു നിൽക്കുമ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫാത്തിമ അവരാരാണെന്നറിയുമോ? അതേ നമീമത്ത് പറയുന്ന പെണ്ണുങ്ങളാ, ഏഷണി പറയുന്ന പെണ്ണുങ്ങളാ, കളവ് പറയുന്ന പെണ്ണുങ്ങളാ. പൈസ ഭർത്താവിന്റെ കീശയിൽ നിന്നെടുക്കുമ്പോ ഞാൻ വെച്ച പൈസ കാണാനില്ല, എവിടെയാണ്? ഓ ഞാൻ കണ്ടിട്ടില്ല. കളവ് പറയുന്ന പെണ്ണാ, ഭർത്താവിനോട് കളവ് പറയുന്ന പെണ്ണ്, ഭർത്താവിനായി പൊരുത്തമില്ലാത്ത പെണ്ണ്. അതെ, അതുപോലെ നമീമത്ത് പറയുന്ന പെണ്ണ്. ആ പെണ്ണ് മരിച്ച നാളെ നരകത്തിൽ ആ പെണ്ണിന്റെ തല ഇങ്ങനെ പന്നിയുടെ തലയാ, കഴുതയുടെ ഉടലാ. പറഞ്ഞത് ഖാലിദല്ല, ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ ആലോചിച്ചു നോക്ക് നിങ്ങൾ. അന്നിരായ ഉസ്താദുമാര് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഇവിടെ ഓർക്കുകയാ. വിദേശത്തുള്ള ഒരു കൂട്ടുകാരൻ കുടുംബം പോറ്റാൻ വേണ്ടി പോയതാണ്. ഒരു കുടുംബത്തിന്റെ താങ്ങും തണലുമായ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനതാ വിദേശത്തേക്ക് പോയി. ആ സമയത്ത് ആ കുടുംബത്തിൽ അവനും ഒരു പെൺകുട്ടിയും മാത്രമാണുള്ളത്. ഉടനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ടെലഫോൺ, വിദേശത്തേക്ക് ഒരു ടെലഫോൺ. എടാ, നിന്റെ സഹോദരി മരണപ്പെട്ടിട്ടുണ്ട്, നിന്റെ പെങ്ങള് മരണപ്പെട്ടിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ തിരിച്ചവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുകയാ. നാട്ടിലെത്തുമ്പോ സഹോദരിയുടെ ജനാസ മയ്യത്ത് കുളിപ്പിച്ചതാ മയ്യത്ത് കട്ടിലിൽ ജനാസയായി വെച്ചിട്ടുണ്ട്. പള്ളിയിലേക്ക് എടുക്കാൻ ഒരുങ്ങുന്നുണ്ട്. സഹോദരന്മാരെ ആലോചിച്ചു നോക്കണം നിങ്ങൾ. ഒരു നാട് മുഴുവനും സങ്കടത്തിലാ, എല്ലാവരും കരയുകയാ. ആ നാട്ടിലെ പാവപ്പെട്ട നല്ല ദീനിയായ പെണ്ണ, ആ പെണ്ണിനെ അതാ പള്ളിയിൽ കൊണ്ടുവന്നു. നിസ്കാരം കഴിഞ്ഞു, നേരെ ഖബർസ്ഥാനിലേക്ക് എടുത്തു. ഖബറിലേക്ക് ഇറക്കി വെച്ചു, മൂടി. തസ്ബീഹോദി, തൽഖീനോദി, യസീനോദി, ദുആ ചെയ്തു. എല്ലാവരും സലാം പറഞ്ഞതാ പിരിയുകയാ. ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ നിങ്ങൾ. വൈകുന്നേരം വീട്ടിലിരിക്കുമ്പോഴാണ് ചെറുപ്പക്കാരൻ ഓർമ്മ വരുന്നത്, പടച്ചോനെ എന്റെ പാസ്പോർട്ട് അടക്കമുള്ള ലൈസൻസ് അടക്കമുള്ള റെക്കോർഡുകളുള്ള പേഴ്സ് ഖബറിൽ വീണുപോയല്ലോ. സഹോദരിയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ആ ഖബറിൽ വീണുപോയതാണ്. അത് ഞാൻ എടുത്തിട്ടില്ലല്ലോ. ഇനി എന്ത്
മാർഗമാണുള്ളത്. ഉടനെ നേരെ പള്ളിയിലേക്ക് ഓടി. കർമ്മശാസ്ത്ര വിഭാഗത്തിൽ അഗ്രഗണ്യനായ പള്ളിയിലെ ഉസ്താദിന്റെ ചാരത്ത് വന്നു. ഉസ്താദിനോട് വിവരം പറഞ്ഞപ്പോ ഉസ്താദ് ചോദിച്ചു, മോനെ ഏത് ഭാഗത്താണ് നിന്റെ പേഴ്സ് വീണുപോയത്? തലഭാഗത്താണോ, നടുഭാഗത്താണോ, കാൽഭാഗത്താണോ? ഉസ്താദ് കാലിന്റെ ഭാഗത്താണ് വീണുപോയത്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, മോനെ നീ പോകണോ, നിന്റെ സഹോദരിയുടെ കാൽഭാഗത്തുള്ള മണ്ണ് മാറ്റിയിട്ട് അവിടെയുള്ള ഒരു മൂടുപലക എടുത്തു മാറ്റിയിട്ട് വേഗം പേഴ്സ് എടുത്ത് കബറ് മൂടിയിട്ട് തിരിച്ചു വന്നോളൂ. അതാ സന്ധ്യ മയങ്ങുന്ന അരണ്ട വെളിച്ചം പോലുമില്ലാത്ത ആ സന്ധ്യ മയങ്ങിയ നേരത്ത് ഒരു ചെറിയ ടോർച്ചിന്റെ വെളിച്ചവുമായി ഒരുപാട് കബറുകളുള്ള ഖബർസ്ഥാനിലേക്ക് ആ സഹോദരൻ നടന്നു വന്നിട്ട് തന്റെ സഹോദരിയെ മറമാടിയ കബറിന്റെ ചാര വന്നു. കാൽഭാഗത്തുള്ള മീസാങ്കല്ല് പറിച്ചെടുത്ത് മാറ്റിവെച്ചു. മുന്നൽപ്പം ഇങ്ങനെ തുടച്ചു മാറ്റി കാൽഭാഗത്ത് നിന്ന് മൂടുപലകയെടുത്ത് മാറ്റിവെച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന ടോർച്ച് കാൽഭാഗത്തേക്ക് അടിച്ചു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ആ സമയം അല്പസമയം മുമ്പ് മറമാടിയിട്ട് തിരിച്ചുപോയ തന്റെ സഹോദരിയുടെ കാല് ഖബറിൽ കാണാനില്ല. പടച്ചോനെ, എന്റെ സഹോദരിയുടെ കാല് എവിടെ നഷ്ടമായല്ലോ. ഈ ഖബറാരും മാന്തിയിട്ടില്ല, ഒരു പിടിമൃഗവും മാന്തിയിട്ടില്ല. എന്റെ സഹോദരിയുടെ കാല് നഷ്ടമായല്ലോ, എവിടെ പോയി എന്നറിയാതെ ചെറുപ്പക്കാരന് വെപ്രാളമായി. രണ്ടാമതൊരു മൂടുപലക കൂടി മാറ്റിവെച്ചു. വീണ്ടും ടോർച്ചടിച്ചു നോക്കുമ്പോ ഖബറിൽ കാല് കാണാനില്ല. ആകപ്പാടെ വെപ്രാളമായി പേടിയായി 2-3 മീസാങ്കല്ലുകൾ, അതാ 2-3 മൂടുപലകകൾ മാറ്റി അവസാനം കുനിഞ്ഞു നിന്ന് ടോർച്ചടിച്ചു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്ക് നിങ്ങൾ. ആദരണീയരായ ഉസ്താദുമാര് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അതാ പ്രസവ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണ്, ആ ശക്തമായ വേദനയുടെ ഇടയിൽ അവളുടെ കൈകാലുകൾ ഇങ്ങനെ കോർത്തു വലിക്കുന്നത് പോലെ ആ സഹോദരി അവളുടെ കാലിങ്ങനെ കോർത്തു വലിക്കുകയാണ്. തലയുടെ ഭാഗത്ത് ഇങ്ങനെ ചാരിയിരിക്കുകയാ. അവളുടെ നാവ് പിടിച്ചിങ്ങനെ പുറത്തേക്കിട്ടിരിക്കുകയാ. ആ പെണ്ണിങ്ങനെ ആഹ് 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 എന്നിങ്ങനെ ശബ്ദമുണ്ടാക്കുന്ന ഭീകരമായ രംഗം ഈ ചെറുപ്പക്കാരൻ കാണുമ്പോ ഖബറ് പോലും മൂടാനാകാതെ കയറിയിട്ട് പള്ളിയിലേക്ക് ഓടുന്നതിന്റെ ഇടയിൽ ബോധരഹിതരായി വീഴുന്നു. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്ക്. ബോധം കഴിയുമ്പോഴാണ് ഉസ്താദിന്റെ റൂമിന്റെ മുന്നിലാണ്. അവിടെ നിന്ന് ഉസ്താദിനോട് കാര്യം പറഞ്ഞപ്പോ ആ അഗ്രഗണ്യനായ പണ്ഡിതൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 6-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ മഹാനായ നബി സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹുവിന് പൊരുത്തമില്ലാത്തത് അന്യ അയൽവാസിയായ വീട്ടിൽ പോയിരുന്ന്, അയൽവാസിനിയായ സഹോദരിയുടെ വീട്ടിൽ പോയിരുന്ന് കൂട്ടുകാരിയോട്, അയൽവാസിനിയോട്, കുടുംബക്കാരിയോട് ഈബത്തും നമീമത്തും പറയുന്ന പെണ്ണുണ്ടോ? ആ പെണ്ണിനെ നരകത്തിൽ ഖബറിൽ അല്ലാഹു കൊടുക്കുന്ന അദാബാണ്. പോരാ, നരകത്തിൽ അവള് പന്നിയുടെ തലയാ, കഴുതയുടെ ഉടലാ. പറഞ്ഞത് ഖാലിദല്ല കേട്ടോ, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇതങ്ങോട് കേട്ടപ്പോൾ ആയിഷ ഫാത്തിമ ബീവി നിലവിളിക്കുകയാണ്. അത് അരിയാരി തങ്ങൾ കരയുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഫാത്തിമ, ഓ അലിയേ, ഞാൻ പറഞ്ഞല്ലോ വേറെ ഒരു വിഭാഗം പെണ്ണുങ്ങൾ അതാ നരകത്തിലൂടെ ഇങ്ങനെ ഓടുകയാണ്, നായ്ക്കളായി ഓടുകയാണ്. നായ്ക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പട്ടികൾ ഓടുന്നത് പോലെ അതാ 4 കാലിലെ പട്ടികളായി നരകത്തിലൂടെ ഒരു വിഭാഗം പെൺകുടിമാരോടുന്നു. അവര് പട്ടികളല്ല, 4 കാലികളായ പട്ടികളല്ല. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട, അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകേണ്ട, അത് തന്നെ ആദ്യ പ്രാവശ്യം അവരാണ് നല്ലതെന്ന് പഠിപ്പിച്ച യഥാർത്ഥത്തിലുള്ള പട്ടികളല്ല. അത് ഖാലിദിന്റെ ഭാര്യയാ, ഉമ്മയാണ്, സഹോദരിയാണ്, പെങ്ങളാ. എന്തു പറ്റിപ്പോ
പോയെന്നറിയുമോ? നരകത്തിലെ പട്ടിയാകാനുള്ള കാരണം എന്താണ്? മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. കാരണം എന്തെന്നറിയുമോ? തബ്ഗദു സൗജഹാ, ഭർത്താക്കന്മാരെ ദേഷ്യം പിടിപ്പിക്കുക, അതുപോലെ ഫിത്നയ്ക്ക് കൂട്ടുനിൽക്കുക, ഏഷണി പറയാൻ സഹകരിക്കുക. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ നരകത്തിലെ പട്ടികൾക്ക് സമാനമാ. പോരാ, നരകത്തിലെ പട്ടികൾ തന്നെയാ. പറഞ്ഞത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളാണെങ്കിൽ സഹോദരങ്ങളെ ആലോചിച്ചു നോക്ക് നിങ്ങൾ, സഹോദരിമാരെ ചിന്തിച്ചു നോക്ക് നിങ്ങൾ. നിസാര പ്രശ്നമല്ലല്ലോ, ലാഘവത്തോടെ കാണേണ്ടതല്ലല്ലോ, വളരെ നവർ മൈൻഡായി തള്ളേണ്ടതല്ലല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ വരുമെന്ന ബോധം വേണം, അല്ലാഹുവിന്റെ കോടതിയിൽ എത്തണമെന്ന ചിന്ത വേണം, പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കണമെന്ന ബോധം വേണം. ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ടുപോകുമെന്ന ഓർമ്മ വേണമല്ലോ. ഇവിടെ ഇരിക്കുമ്പോ ഞാനൊരു കാര്യം ഓർക്കുകയാണ്. എന്റെ നാട്ടുകാരനായ സ്നേഹിതൻ അറിയുന്ന സംഭവമാണ്, നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് സഹോദരങ്ങളെ, നിങ്ങൾ അറിയുമോ, ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു പണ്ഡിതനുണ്ടായിരുന്നു. ഞങ്ങളുടെ പരിസരവാസിയായ ഇബ്രാഹിം ബാക്കവി എന്ന ഒരു ചെറുപ്പക്കാരനായ യുവപണ്ഡിതൻ. ആ യുവപണ്ഡിതനും അയാളുടെ ഭാര്യയും കൂടെ വയനാട്ടിലെ ഒരു സ്ഥാപനത്തിൽ മകളെ പഠിപ്പിക്കാൻ ചേർത്തു. ആ വയനാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇബ്രാഹിം ബാക്കവിയും കുടുംബവും ഭാര്യയും കൂടെ അതാ വന്നു, വയനാട്ടിൽ വന്നു. സ്ഥാപനത്തിൽ നിന്ന് കുട്ടിയെയും കൂട്ടി രാത്രി സർവീസ് വണ്ടിയിൽ കയറി മൂവാറ്റുപുഴയിൽ വണ്ടിയിറങ്ങി. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ വണ്ടിയിറങ്ങി. അവിടെ വെച്ചിരുന്ന ബൈക്കെടുത്തു. മൂവാറ്റുപുഴയിൽ നിന്ന് ഇടുക്കിയിലേക്ക് 80 കിലോമീറ്ററോളമുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇബ്രാഹിം ബാക്കവി ബൈക്കിന്റെ ഫ്രണ്ട് സീറ്റിൽ കയറി. തൊട്ടു പിന്നിൽ 16-കാരിയായ മുഹസിന എന്ന പൊന്നുമോള് കയറി. തൊട്ടു ബാക്കിൽ സൽമ എന്ന 36 പേര് കയറി. 3 പേരും കൂടെ അതാ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നു ബൈക്കില്. സുബ്ഹിക്ക് മുമ്പുള്ള യാത്രയാ. മഞ്ഞ് പെയ്യുന്ന രാത്രിയുടെ തണുപ്പ് സഹിച്ചുകൊണ്ട് 3 ആളും യാത്ര ചെയ്യുമ്പോ സുബ്ഹിയുടെ ബാങ്ക് കൊടുക്കാറായി. ഉടനെ ഇബ്രാഹിം ബാക്കവി ഫോൺ എടുത്തിട്ട് പള്ളിയിലേക്ക് മുഅദ്ദിനെ വിളിച്ചു. ഉസ്താദെ, മുക്രി ഉസ്താദിനെ വിളിച്ചു, ഞാൻ സുബ്ഹിക്ക് എത്തൂല, നിങ്ങൾ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചോ, ഞാൻ വൈകിയേ എത്തോളൂ വിളിച്ചു പറഞ്ഞു. ആ മനുഷ്യർ അവിടെ ഫോൺ കട്ട് ചെയ്തു. പക്ഷെ മുക്രി ഉസ്താദിന് അറിയൂലല്ലോ, ഇന്നത്തെ സുബ്ഹിക്ക് മാത്രമല്ല ഇനി ഒരു സുബ്ഹിക്കും ഇമാമത്ത് നിൽക്കാൻ ഇബ്രാഹിം ബാക്കവി പള്ളിയിലേക്കില്ല എന്നാണ് പറഞ്ഞതിന്റെ പൊരുളെന്നറിയാതെ ആ മനുഷ്യനതാ ഫോൺ കട്ട് ചെയ്യുന്നു. സഹോദരന്മാരെ, ഉമ്മമാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോ, ഏതാനും മിനിറ്റ് വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോ കക്കടാശ്ശേരി എന്ന ഒരു സ്ഥലമുണ്ട്. റോഡ് ക്രോസ് ചെയ്യേണ്ട ഭാഗമെത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, പിന്നിലൂടെ പാഞ്ഞു വന്ന വലിയ ഒരു ടാങ്കർ ലോറി, ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുപോകുന്ന വലിയ ഒരു ലോറി ഇബ്രാഹിം ബാക്കവിയും കുടുംബവും സഞ്ചരിക്കുന്ന ബൈക്കിന്റെ പിന്നിലിടിച്ചു. തെറിച്ചു വീണു. ഒരു 10 മീറ്റർ മാറി മുന്നോട്ട് മാറി വണ്ടി അവിടെ നിർത്തി. സുബ്ഹിക്ക് പള്ളിയിലേക്ക് പോയ വയസ്സായ ഉപ്പമാർ നോക്കുമ്പോ അതാ നടുറോഡിൽ കിടന്നുകൊണ്ടൊരു വെള്ള വസ്ത്രധാരി കിടന്നിങ്ങനെ പിടക്കുന്നുണ്ട്. ആളുകൾ ടോർച്ചുമായി പള്ളിയിലേക്ക് പോയ ആളുകൾ വന്നു. നേരെ ടോർച്ചടിച്ചു നോക്കിയപ്പോ നല്ല താടി വെച്ച തലപ്പാവുധാരിയായ നല്ല ദീനീ ചിട്ടയുള്ള ഒരു പണ്ഡിതൻ, അതാ തൂവെള്ള വസ്ത്രധാരിയായ മനുഷ്യൻ ചുടുചോരയിൽ കിടന്നിങ്ങനെ കുളിച്ച് നടുറോഡിൽ കിടന്നിങ്ങനെ പിടയ്ക്കുകയാ. തൊട്ടു മുന്നിലേക്ക് ടോർച്ചടിച്ചു നോക്കിയപ്പോ 16-കാരിയായ മുഹസിന എന്ന പൊന്നുമോള് ചോരയിൽ കിടന്നിങ്ങനെ പിടയ്ക്കുക.
പുലർത്തുകയാ. വേറെ ആരെയും അവര് കണ്ടില്ല. ഉടനെ അതാ ഫയർഫോഴ്സ് വന്നു, വേഗം അതാ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ വന്നു. ഈ രണ്ടുപേരെയും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇനി വേറെ ആരുമുണ്ടോ? കാണാനില്ല. അപ്പോഴാണ് ചില ആളുകൾ ടോർച്ചടിച്ച് മുന്നോട്ട് വന്നു. മുന്നോട്ട് നടന്ന് 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 മുന്നോട്ട് വന്നു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, പപ്പടം പൊരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഞെക്കിയാൽ പൊടിയുന്നത് പോലെ തലച്ചോറുകൾ മുഴുവനും റോഡിൽ ഇങ്ങനെ ചിതറിയിട്ട് വസ്ത്രവും മാംസവും എല്ലുകളുമെല്ലാം വലിയ ടാങ്കർ ലോറിന്റെ ബാക്ക് ടയറിന്റെ ഇടയിൽ ഇങ്ങനെ തിരിഞ്ഞിട്ട് പകുതി ശരീരം റോഡിലും പകുതി ടയറിന്റെ ഇടയിലുമൊക്കെയായി ചിന്നിച്ചിതറിയ ശരീരമായി 36-കാരിയായ സൽമായുടെ ചേതനയറ്റ ശരീരമാ. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്ക്. ആ പെണ്ണിനെ കൊണ്ടുവന്നു, കുളിപ്പിക്കാൻ കഴിയുന്നില്ല, വേണ്ടതുപോലെ തയമ്മും ചെയ്യാൻ പോലും കഴിയാതെ തയമ്മും ചെയ്തു എന്ന് വരുത്തി. നിസ്കാരം കഴിഞ്ഞു, അതാ ഖബർസ്ഥാനിലേക്ക് എടുത്തു. തൊടുപുഴയ്ക്കടുത്ത് വണ്ണപ്പുറം എന്നൊരു സ്ഥലമുണ്ട്. ആ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവന്നു, ഖബറിലേക്ക് ഇറക്കി വെച്ചു, മൂട് പലക വെച്ച് മൂടി. ഇനി അതാ പുറയിലേക്ക് മണ്ണെടുത്തെറിയണം. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. സൽമാൻ, നിനക്ക് വേണ്ടി തരാനുള്ള അവസാന പിടിമണ്ണാണിത് എന്ന് പറഞ്ഞ് പിടിമണ്ണ് വാരി എറിയണം. ഭർത്താവ് എവിടെയാണ്? ആളുകൾ ഇങ്ങനെ തിരഞ്ഞു നോക്കുമ്പോ പറഞ്ഞു ഭർത്താവ് ഇവിടെയില്ല, ഭർത്താവ് വെന്റിലേറ്ററിലാണ്, തീവ്ര പരിചരണ വിഭാഗത്തിലാണ്, മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുകയാ. അതുകൊണ്ട് നിങ്ങൾ അടക്കം ചെയ്തോ. ആളുകൾ അതാ മണ്ണ് വാരിയിടുന്നു, തൽഖീരോതി ആസീരോതി ദുആ ചെയ്ത് എല്ലാവരും പോകാൻ വേണ്ടി അതാ ഒരുങ്ങുന്നു, മടങ്ങുന്നു. നേരെ അതാ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോ രണ്ടാമതൊരു വാർത്ത കൂടി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പള്ളിയുടെ ഉച്ചഭാഷിണിയിലൂടെ മൈക്കിലൂടെ മോദിൻ ഉസ്താദ് വിളിച്ചു പറയുന്നു, ഉമ്മ പോയ ഖബറിലേക്ക് 16-കാരിയായ മുഹസിനയും യാത്രയായിട്ടുണ്ട് കേട്ടോ. ആ പോകാനൊരുങ്ങുന്ന ആളുകൾ അവിടെ തന്നെ നിൽക്കുന്നു. മുഹസിനാനെ കൊണ്ടുവന്നു കുളിപ്പിച്ചു, മയ്യത്ത് കുളിപ്പീര് കഴിഞ്ഞു, ജനാസ പള്ളിയിൽ കൊണ്ടുവന്നു. നിസ്കാരം കഴിഞ്ഞു, ഉമ്മായുടെ ഖബറിനോട് ചേർത്ത് കുഴിച്ച ഖബറിലേക്ക് മുഹസിനാനെ ഇറക്കി വെച്ചുകൊണ്ട് മൂടാനൊരുങ്ങിയപ്പോ ആളുകൾ പറഞ്ഞു, മൂടല്ല, മുഹസിനാടെ ഖബർ മൂടല്ല, മുഹസിനാടെ ഖബർ മൂടല്ല. എന്തേ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഈ പെണ്ണിന്റെ മയ്യത്തടക്കണോ, ജനാസ മറമാടണോ, എല്ലാവർക്കും പിരിഞ്ഞു പോകണം. അപ്പോഴാണ് ഖാലിദിന്റെ കൈയുടെ നീളമുള്ള എന്തോ ഒരു സാധനം വെളുത്ത ഒരു കഫംപുടയിൽ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് വരികയാണ്. ഈ പൊതി കൂടി മുഹസിനാടെ ഖബറിലേക്ക് വെക്കണേ. സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ. മുഹസിനാടെ ഖബറിലേക്ക് ആളുകൾ കൊണ്ടുവന്ന ആ കൈയുടെ നീളമുള്ള സാധനം, കഫംപുട കൊണ്ട് പൊതിഞ്ഞ ആ സാധനവും വെച്ചു ഖബറങ്ങോട് മൂടി. അതാ എല്ലാവരും യാസീനോദി പിരിഞ്ഞു പോകാൻ നേരം കൊണ്ടുവന്ന ആളുകളോട് ചോദിച്ചു, ആ ഖബറിൽ മുഹസിനയുടെ ഖബറിൽ വെച്ച പൊതി എന്താണ്? ആ പൊതിയിലെന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോ വിതുമ്പുന്ന ചുണ്ടുകളോടെ തുളുമ്പുന്ന കണ്ണുകളോടെ ആ ചെറുപ്പക്കാര് പറയുകയാണ്, ഉസ്താദേ, അത് വേറെ ഒന്നുമല്ല, മുഹസിനാനെ നടക്കാൻ പഠിപ്പിച്ച കയ്യാ, മുഹസിനാടെ തലയിൽ തഴുകി തലോടിയ കയ്യാ. ആക്സിഡന്റ് സംഭവിക്കുമ്പോ വാഹനത്തിന്റെ ടയർ കയറിയിറങ്ങിയപ്പോ അറ്റുപോയ പിതാവായ ഇബ്രാഹിം ബാക്കവയുടെ വലത്തെ കയ്യാ. മകൾക്ക് ഖബറിന് കൂട്ടിനുള്ളതാ. അതാ സൽമാ എന്ന ഭാര്യ ഖബറിൽ തനിച്ചു കിടക്കുമ്പോ ഇവിടെ മകള് തനിച്ചല്ലോ, മകൾക്ക് കൂട്ടിന് പിതാവിന്റെ കൈയുണ്ടല്ലോ. തന്റെ തലയിൽ തഴുകി തലോടിയ കയ്യ്, തന്നെ നടക്കാൻ പഠിപ്പിച്ച കയ്യ്, തന്നെ ഒരുപാട് താരാട്ട് പാട്ട് പാടിയ ഉപ്പാടെ കയ്യ് എനിക്ക് ഖബറിൽ കൂട്ടിനുണ്ടല്ലോ. ആ ഒരാശ്വാസത്തോടെ
മുഹ്സിനാദാ ഒരു കബറിൽ കിടക്കുന്നു, തൊട്ടപ്പുറത്തതാ ഉമ്മ കിടക്കുന്നു. എന്റെ സഹോദരിമാര് ഇന്നും ജീവച്ഛവമായി പകുതി അവയവങ്ങളില്ലാതെ ഇബ്രാഹിം ബാക്കവി ഭാര്യയും മകളുമില്ലാതെ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. എപ്പോഴാണ് മരണമെന്നറിയാതെ ജീവിക്കുകയാണ്. റബ്ബേ, അതുപോലെയുള്ള ആകസ്മിക മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും അഹ്ലുകാരെയും സലാമത്തിലാക്കണം അല്ലാ. എന്റെ ഉമ്മ, എന്റെ പെങ്ങളെ, ഇതൊരു സൽമായുടെ മാത്രം കഥയല്ല, ഒരു മുഹ്സിനായുടെ മാത്രം കഥയല്ല. ഈ ദുനിയാവ് അനശ്വരമല്ല. എപ്പോഴാണ് മരണമെന്നറിയില്ല, എപ്പോഴാണ് പോകേണ്ടതെന്നറിയില്ല. എപ്പോഴാണെങ്കിലും ചിതലും പുഴുക്കൾ താവളം പെരുട്ടുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. എത്ര സുന്ദരമാക്കി കൊണ്ടു നടന്ന ശരീരമാണെങ്കിലും, എത്ര പൗഡറിട്ട് വിളിപ്പിച്ച ശരീരമാണെങ്കിലും, എത്ര സുന്ദരമായി മനോഹരമാക്കി നാം സേവനം ചെയ്ത ശരീരമാണെങ്കിലും ഖബറിലേക്ക് വെച്ച സൗന്ദര്യം നഷ്ടപ്പെട്ടില്ല ഉമ്മ, സർവ്വതും നഷ്ടപ്പെട്ടില്ല പെങ്ങളെ. മനോഹരമായ കണ്ണുകളതാ കുഴിഞ്ഞു പോയില്ലയോ, സുന്ദരമായ ചുണ്ടുകൾ പുഴുക്കൾ തിന്നില്ലയോ, മനോഹരമായി വെളുത്തു തൊടുത്ത കവിളുകൾ പുഴുത്തിനും ചെതിലുകളും തിന്നില്ലയോ. ഒന്നുമില്ലാതെ അവസാനമാ ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ്, അപ്പോഴാണ് ചിന്തിക്കുന്നത്, റബ്ബേ, എനിക്ക് ദീനിയായിട്ട് ജീവിക്കാമായിരുന്നു, എനിക്ക് തല വേണ്ടതുപോലെ മറയ്ക്കാമായിരുന്നു, എനിക്ക് ഭർത്താവിനെ അനുസരിക്കാമായിരുന്നു, എനിക്ക് അന്യപുരുഷന്മാരെ തൊട്ട് ശരീരം മറയ്ക്കാമായിരുന്നു. ഖബറിൽ കിടന്നുകൊണ്ട് പുഴുക്കൾ ഇങ്ങനെ ശരീരത്തിലെ മാംസങ്ങൾ തിന്നുമ്പോ അപ്പ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ ഉമ്മ? ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ പെങ്ങളെ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകള്, സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹദിയായ ബീബി ഫാത്തിമത്തുൽ ബത്തൂൽ, ഫാത്തിമത്തുൽ സഹ്റാ റളിയല്ലാഹു തആല അൻഹാ. നിങ്ങൾ അറിയുമോ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാരി തങ്ങൾ വിവാഹം കഴിച്ച ആദ്യ രാത്രിയിൽ അലിയാരി തങ്ങൾ റസൂലുള്ളാഹിയുടെ മദീന പള്ളിയിലാണ്. ഫാത്തിമ ബീബി വീട്ടിൽ തനിച്ചാണ്. വൈകുന്നേര സമയമായപ്പോ, രാത്രിയായപ്പോ അലിയാരി തങ്ങളോട് റസൂലുള്ള പറഞ്ഞു, അലിയേ, എല്ലാ ദിവസം പോലെ ഇന്ന് വൈകാൻ പറ്റൂല, കാരണം നിന്റെ പുതിയ പെണ്ണ് ഫാത്തിമ വീട്ടിൽ കാത്തിരിപ്പുണ്ട്, അതുകൊണ്ട് വേഗം പോയിക്കോ അലിയേ. അലിയാരി തങ്ങളെ റസൂലുള്ള വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. അലിയാരി തങ്ങളെ വീട്ടിലേക്ക് ഓടി 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 വരികയാണ്. മനസ്സിൽ 1000 ചിന്തയാണ്. എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ എന്നെ കാത്തിരിക്കുകയായിരിക്കും. ഞങ്ങളുടെ പ്രഥമ രാത്രിയാണിന്ന്. ഒരുപാട് ആശകൾ കൈമാറേണ്ട രാത്രിയാണ്. വളരെ ചിന്തയോടെ സന്തോഷത്തോടെ അലിയാരി തങ്ങൾ ഓടി വരുമ്പോ അതാ വീടിന്റെ ഡോർ ഇങ്ങനെ ചാരിയിട്ടിട്ടുണ്ട്. മെല്ലെ തുറന്നു നോക്കിയപ്പോ അലിയാരി തങ്ങളെയും പ്രതീക്ഷിച്ച് മഹദിയായ ബീബി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹാ തന്റെ ചെറിയ കുടിലിന്റെ ഓരത്തതാ ഒരു പായ ഇങ്ങനെ വിരിച്ച് ആ പായയുടെ സൈഡിൽ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. അലിയാരി തങ്ങൾ ചിന്തിക്കുകയാണ്, എന്റെ ഫാത്തിമാക്ക് നാണം കൊണ്ട് കുനിഞ്ഞിരിക്കുകയായിരിക്കാം, ലജ്ജ കൊണ്ട് കുനിഞ്ഞിരിക്കുകയായിരിക്കാം. പുതിയ പെണ്ണാണല്ലോ, ഭർത്താവാകുന്ന അലിയാരി തങ്ങളാകുന്ന പുതുമാരനെ എങ്ങനെ വരവേൽക്കണമെന്ന നാണം കൊണ്ട് കുനിഞ്ഞിരിക്കുകയായിരിക്കാം. അലിയാരി തങ്ങൾ മെല്ലെ മെല്ലെ വളർന്നു ഫാത്തിമയുടെ ചാരത്തിരുന്നു. ഫാത്തിമയുടെ മൂടിയിട്ട മുഖത്ത് നിന്ന് തുണിയങ്ങോട് മാറ്റിയപ്പോ, മുഖം മൂടി അങ്ങ് മാറ്റിയപ്പോ, തട്ടമങ്ങ് മാറ്റിയപ്പോ, ലോകത്തിന്റെ നേതാവായ സയ്യിദുൽ വറാ ത്വാഹാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ രണ്ട് കണ്ണുകളും അതാ ചുവന്നു തുടുത്തിരിക്കുകയാ. ആ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഉറ്റുവീഴുകയാ. വിതുമ്പുന്ന അധരങ്ങളോടെ അലിയാർ തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ പെട്ടെന്ന് അലിയാർ തങ്ങൾ പിന്നോട്ട് മറിഞ്ഞു. ഞെട്ടിപ്പോയി ചോദിച്ചു, ഫാത്തിമ, വരാൻ താമസിച്ചതിന്റെ പേരിൽ കരഞ്ഞതാണോ ഫാത്തിമ? ഞാൻ വരാൻ വൈകിയതിന്റെ പേരിൽ കരഞ്ഞതാണോ? അല്ല അല്ല അലിയേ, വൈകിയതിന്റെ പേരിലല്ല. പിന്നെ എന്തിന് കരഞ്ഞു ഫാത്തിമ? നീ താമസിച്ചു പോയതിന്റെ പേരിലാണോ? വരാൻ താമസിച്ചതിന്റെ പേരിലാണോ? തനിച്ചായതിന്റെ പേരിലാണോ? ഒറ്റപ്പെട്ടതിന്റെ പേരിലാണോ? അല്ലേ അല്ല അലിയേ, അലിയുടെ വീട്ടിലിരുന്നാൽ എനിക്ക് പേടിയില്ല. അലി ഇവിടെ വേണമെന്നില്ല. കാരണം ലോകത്തെ മുഴുവനും ഉൾമുനയിൽ നിർത്തിയ യോദ്ധാവാണ് എന്റെ അലി. ആ അലി ഇല്ലെങ്കിൽ പോലും അലിയുടെ വീട്ടിൽ കടന്നു വരാൻ ഒരാൾക്ക് ഭയമാണ്. പിന്നെ ഞാനെന്തിനു പേടിക്കണം അലിയേ? പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരഞ്ഞത്? ഫാത്തിമ, എന്റെ വീട് ചെറുതായതിന്റെ പേരിലാണോ? വല്ല കുറവുകളും പറ്റിയതിന്റെ പേരിലാണോ? പോരായ്മകളുള്ളതിന്റെ പേരിലാണോ ഫാത്തിമ? നാളെ നീ നിന്റെ പിതാവായ എന്റെ അമ്മോഷനായ ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹ് ആരംഭപ്പൂവായ നബി തങ്ങളെ കാണുമ്പോ റസൂലുള്ളാഹി തങ്ങളോട് അലിയുടെ വീടിന്റെ കുറവുകളെ കുറിച്ച് പരാതി പറയരുത് കേട്ടോ ഫാത്തിമ. നിന്റെ പിതാവിനോട് നീ സങ്കടം പറയരുത്. അലിയുടെ വീട്ടിൽ കട്ടിലില്ല എന്ന പരാതി പറയരുത്. അലിയുടെ വീട്ടിലെ ഭക്ഷണത്തിന് സ്വാദില്ല എന്ന പരാതി പറയരുത്. അലിയുടെ വീടിന് മോടിയില്ല എന്ന സങ്കടം പറയരുത്. ഞാനൊരു ഫക്കീറാണ് ഫാത്തിമ, ഞാനൊരു ദരിദ്രനാണ് ഫാത്തിമ. ഫാത്തിമ, നീ ആസ്വദിച്ച സുഖങ്ങളൊന്നും തരാൻ ഒരു പക്ഷെ എനിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നിന്റെ പിതാവിനോട് എന്നെ കുറിച്ച് കംപ്ലൈന്റ് പറയരുത് കേട്ടോ ഫാത്തിമ. മഹാനായ അലിയാർ തങ്ങൾ ഇത് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി ചാടി എഴുന്നേറ്റ് അലിയാർ തങ്ങളുടെ വായിങ്ങനെ പൊത്തിപ്പിടിച്ചു, കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അലിയേ, അങ്ങനെ പറയരുത് അലിയേ. അലിയെ, ഏത് ചോർന്നൊലിക്കുന്ന വീട്ടിലും കിടക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്റെ അലിയുടെ ഏത് കുറവും പരിഹരിക്കാൻ ഞാൻ ഒരുക്കമാണ്. എല്ലാം സഹിക്കാൻ ഞാൻ സന്നദ്ധയാണ്. കരഞ്ഞത് അതിന്റെ പേരിലല്ല അലിയേ. പിന്നെ എന്തിന്റെ പേരിലാണ് ഫാത്തിമ നീ കരഞ്ഞത്? ആ സമയത്ത് മഹദിയായ ബീബി ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയേ, ഞാൻ കരയാനുള്ള കാരണം വേറെ ഒന്നുമല്ല. ഇന്നെന്റെ അലി എനിക്ക് വീട്ടിന് കൂട്ടിനുണ്ടല്ലോ. ഇന്നെനിക്ക് പേടിക്ക് കൂട്ടിന് എനിക്ക് അലിയുണ്ട്. തടുപ്പിന് കെട്ടിപ്പിടിക്കാൻ എനിക്ക് അലിയുണ്ട്. എന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യാൻ എന്റെ അലി എനിക്ക് കൂട്ടിനുണ്ടല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഓ അലിയേ, ഞാനങ്ങ് മരിച്ചാൽ, എന്റെ റൂഹങ്ങ് പിരിഞ്ഞാൽ, ഓ അലിയേ, എല്ലാവരും മരിക്കുമ്പോ ചെയ്യുന്നത് പോലെ ഈ ഫാത്തിമാരെയും നിങ്ങൾ കുളിപ്പിക്കൂലേ അലിയേ? ഈ ഫാത്തിമാരെയും നിങ്ങൾ പൊതിയൂലേ അലിയേ? ഈ ഫാത്തിമാരെയും ജനാസ നിങ്ങൾ കൊണ്ടുപോയി മറമാടൂലേ അലിയേ? അങ്ങനെ മറമാടിയിട്ട് എല്ലാവരെയും മറമാടി പിരിയുന്നത് പോലെ ഈ ഫാത്തിമാനെയും മക്കയിലെ ഒരു ഖബറിൽ തനിച്ചാക്കിയിട്ട് നിങ്ങളിങ്ങ് പിരിഞ്ഞു പോരൂലേ അലിയേ? അങ്ങനെ പിരിഞ്ഞു പോന്നാൽ, എന്റെ ഉറ്റവരും ഉടയവരും പോന്നാൽ, എന്റെ മക്കള് പിരിഞ്ഞു വന്നാൽ, അവസാനം എന്റെ അലിയും എന്റെ ഖബറിനോട് സലാം പറഞ്ഞു അങ്ങ് പിരിഞ്ഞു വന്നാൽ, ഓ അലിയേ, പിന്നെ ഫാത്തിമ ഇരുളായ ഖബറിൽ തനിച്ചല്ലയോ? ഫാത്തിമ ഖബറിൽ ഒറ്റക്കല്ലയോ?
ഫാത്തിമാക്ക് ഖബറിൽ ഒരു മെഴുകുതിരിയുടെ വെളിച്ചമില്ല, കൂട്ടിന് ആരുമില്ല, സങ്കടം പറയാൻ ആരുമില്ല. ആ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ ഖബറിലെ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ ഖബറിലെ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ അലിയെ ആ ചിന്ത എന്റെ കൽവിൽ കടന്നു വന്നപ്പോ ഈ ചെറ്റക്കുടിൽ ഇത്രയേറെ സംവിധാനമുണ്ട്, പക്ഷെ ആ ഖബറിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ കഴിയാത്ത ഇടുങ്ങിയ ഖബറല്ലേ അലിയേ. ആ ഇരുളായ ഖബറിൽ, ആ ഇടുങ്ങിയ ഖബറിൽ ഞാൻ തനിച്ചാകുമല്ലോ, അവിടെ ആരുണ്ടാകും റബ്ബേ എന്ന ചിന്ത ഈ ഒരു രാത്രിയിൽ എന്റെ ഖൽബിൽ കടന്നു വന്നപ്പോ അലിയെ എനിക്കുറങ്ങാൻ പറ്റിയില്ല, എനിക്ക് ചിരിക്കാൻ തോന്നിയില്ല, എനിക്ക് സന്തോഷം തോന്നിയില്ല. അതുകൊണ്ട് അലിയേ, ഈ ഒരു രാത്രി നമ്മുടെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ രാത്രിയാ, ഒരുപാട് സന്തോഷമുള്ള രാത്രിയാണ് ഈ രാത്രി, നമ്മുടെ ജീവിതത്തിലെ അനർഘ നിമിഷമുള്ള രാത്രിയാണ് ഈ രാത്രി. നമുക്ക് മാറ്റിവെച്ചാലോ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മാറ്റിവെച്ചാലോ, റബ്ബിന്റെ മുമ്പിൽ നമുക്കൊന്ന് നിസ്കരിച്ചാലോ, ഇരുളായ ഖബറിന്റെ പ്രകാശത്തിനു വേണ്ടി നമുക്കൊന്നൊരുങ്ങിയാലോ. ഫാത്തിമ ചോദ്യം കേട്ടപ്പോ അലിയാര് തങ്ങളുടെ കൽബ് നിറഞ്ഞു, അലിയാര് തങ്ങളുടെ മനസ്സ് നിറഞ്ഞു. ഫാത്തിമയുടെ കൈ പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് അൽഹംദുലില്ലാഹ്, ആദ്യ രാത്രി 1000 ആശകളെ കൊണ്ട് ഷെയർ ചെയ്യേണ്ട രാത്രി അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ ഉപദേശിച്ച ഭാര്യ എത്ര നല്ല ഭാര്യയാണ്, എത്ര നല്ല ഭാര്യയാണ്. ഇതുപോലെയുള്ള ഫാത്തിമാനെ തന്ന റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. രണ്ടുപേരും വുളു എടുത്തില്ലേ, രണ്ടുപേരും മുസല്ല വിരിച്ചില്ലേ, ആദ്യ രാത്രി അവരുറങ്ങിയില്ലല്ലോ, അവരാഘോഷിച്ചില്ലല്ലോ. ഇരുളായ ഖബറിലേക്ക് വേണ്ടി അവരന്ന് എത്രയാണ് നിസ്കരിച്ചത്, അവരന്ന് എത്രയാണ് ഖുർആൻ ഓതിയത്, അവരന്ന് എത്രയാണ് സ്വലാത്ത് ചൊല്ലിയത്, അവരന്ന് എത്ര ദിക്റുകളാണ് ചൊല്ലിയത്. സഹോദര ആലോചിച്ചു നോക്ക്, ഇതുപോലെ ഒരു രാത്രി ഖാരിദിനുണ്ടോ എന്റെ സഹോദര, ഉമ്മ നമുക്കുണ്ടോ? ആലോചിച്ചോ നിങ്ങള്, ഏത് ഫാത്തിമയാണിത്? ഫാത്തിമ സ്വർഗത്തിൽ ആദ്യമായി കടക്കുന്ന പെണ്ണു നീയാ, പറഞ്ഞത് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ ഉമ്മ സ്വർഗത്തിൽ ഏത് പെണ്ണ് കടക്കണമെങ്കിലും ഫാത്തിമാനെ കാണാതെ കടക്കാൻ പറ്റൂല. ആ ഫാത്തിമ സ്വർഗത്തിൽ മസ്റ്റാ, ഫാത്തിമ സ്വർഗത്തിൽ ഉറപ്പാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, ഫാത്തിമ ആദ്യമായി എന്നെ കണ്ടുമുട്ടുന്ന പെണ്ണു നീയാ, എന്റെ കുടുംബത്തിൽ നിന്ന് എന്നിലേക്ക് വരുന്ന പെണ്ണും നീ തന്നെയാ. പറഞ്ഞത് നബി തങ്ങളല്ലയോ, സ്വർഗം ഉറപ്പായ പെണ്ണല്ലയോ. ആ പെണ്ണ് പാതിരാവിന്റെ മറവിൽ കരഞ്ഞെങ്കിൽ കണ്ണുകൊണ്ട് ഹറാമ് നിരന്തരം ചെയ്യുന്ന ഖാലിദും കുടുംബവും, കാതുകൊണ്ട് ഹറാമ് കേൾക്കുന്ന ഞാനും നിങ്ങളും, ചെവി കൊണ്ട് ഹറാമ് കേൾക്കുന്ന ഞാനും നിങ്ങളും, നാവ് കൊണ്ട് സംസാരിക്കുന്ന ഞാനും നിങ്ങളും, ഹറാമ് ചിന്തിക്കുക മാത്രം ചെയ്യുന്ന ഞാനും നിങ്ങളും, നമുക്ക് നരകമുണ്ടോ സ്വർഗമുണ്ടോ ഖബറുണ്ടോ എന്ന ചിന്ത പോലും നമ്മുടെ ഖൽബിലില്ല എങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഇത് വെള്ളിയാഴ്ച രാവാ, വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിയാ. ഈ തങ്ങളുടെ പരിശുദ്ധമായ തിരുമുറ്റത്ത്, മഹാന്മാരെ അനുസ്മരിച്ച തിരുമുറ്റത്ത് സഹോദരങ്ങളെ നമ്മൾ ഒരുമിച്ച് കൂടിയതാണ്. അർഹമുർ-റഹീമായ പടച്ചറബ് നമ്മുടെ ഈ സംഗമം അവന് പൊരുത്തപ്പെട്ട സംഗമമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ.